ഹായ് മൈ ഡിയർ ഫാമിലി. സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ പൊന്നോമനകൾക്ക് കൊടുക്കാനായിട്ടൊരു ഹെൽത്തി സ്നാക്സാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള 3 ചേരുവകൾ ഉപയോഗിച്ച് ഹെൽത്തിയായും ടേസ്റ്റിയായും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയുള്ള ഒരു സ്നാക്സാണിത്. കണ്ട നമ്മുടെ വട്ടയപ്പം പോലെയൊക്കെ ഇരിക്കും, നല്ല യമ്മിയാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്, നമ്മുടെ ഏത്തക്കായ. അതെടുത്ത് നന്നായിട്ട് അരിയുക, നല്ല ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ് ആദ്യത്തെ ജോലി. ചില കുട്ടികൾ ഈ നേന്ത്രപ്പഴമൊന്നും കൊടുത്താൽ തിന്നുന്നവരായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായി കൊടുത്തു നോക്കുക. ഈ നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ അത് കഴിക്കും. അൺഹെൽത്തിയുമല്ല. കുട്ടികൾക്ക് വയറ് നിറയാനായാലും നമുക്ക് തന്നെ ചായയ്ക്ക് ഒരു നേരത്തെ കടിയായിട്ടായാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 നേന്ത്രപ്പഴത്തിലേക്ക് ഒരു ഉരുണ്ട ശർക്കരയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ പതിവ് പരിപാടി ഗ്യാസ് കത്തിക്കുന്നുണ്ട്. നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം വയ്ക്കാനായിട്ട്, ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ നെയ്യൊക്കെ ഒന്ന് കഴിയാറായി, ഇനി അടുത്ത് ഉണ്ടാക്കണം. കുറച്ച് ഞാൻ കൊടുക്കുകയും കൂടെ ചെയ്തു, അതാ പെട്ടെന്ന് നെയ്യങ്ങ് കഴിഞ്ഞു പോയി. ആ ചൂടായ നെയ്യിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമില്ലേ അതിട്ട് നന്നായിട്ട് വഴറ്റുക. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. ഇളക്കി വരുമ്പോൾ ആ നെയ്യൊക്കെ ആ നേന്ത്രപ്പഴത്തിൽ പിടിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും. അതുവരെ നമ്മൾ ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ശർക്കര ചേർക്കുക. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് അതൊന്ന് മെൽറ്റായി വരുന്ന ഒരു പരുവമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകിൽ കുറച്ച് പാലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി, അതാകുമ്പോൾ ഒത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ പഴം നെയ്യിലും പിന്നെ നമ്മുടെ ശർക്കര പാനിയിലും കിടന്ന് നന്നായിട്ട് വേവണം. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങാപ്പാലൊന്ന് കയറി വന്നു, ഞാൻ പച്ചവെള്ളമല്ലേ ചേർത്തേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം നല്ലൊരു തവി ഉപയോഗിച്ച് അത് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. മിക്സിയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മിക്സിയിൽ അടിക്കണേക്കാട്ടിയും ടേസ്റ്റ് ഇങ്ങനെ തന്നെ ഉടച്ച് അതെടുക്കുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം. ഒട്ടും കട്ടിയാവരുത്. നന്നായിട്ടൊന്ന് ഇളക്കുക. അത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പാത്രം എടുത്തു, അതിലേക്ക് നെയ്യ് തടവി നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സിലിട്ട് മാവിട്ടിട്ടില്ലേ അതൊന്ന് മിക്സാക്കിയത് പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇലയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതൊന്ന് വേവാനായിട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് വരും. ഇതാണ് അതിൻ്റെ ഒരു പരുവം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ചക്കയപ്പം ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.